യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഭാവന ഇപ്പോ വീൽ ചെയറിലല്ലെന്നറിയാലോ. അപ്പൊ പിന്നെ എനിക്കവിടെ ഒരു റോളും ഇല്ല. നേരത്തെ ആവുമ്പോ ഏത് സമയത്തും അവർക്കിടയിലേക്ക് എനിക്ക് പോവായിരുന്നു. അതിനല്ലേ ജാനകിയും വിജയപത്മനും കൂടി വരുന്നത്. ഭാവനയെ പഴയതുപോലെ ആക്കാന്നും ആരും അറിയില്ലെന്നോ ആ ജാനകി പറഞ്ഞത്. അത് നേരാ. ഇനി ഭാവന വീണാലും ആരും സംശയിക്കില്ല. നേരത്തെ ഉണ്ടായതിന്റെ ഷോക്കാണെന്നേ കാണൂ. അത് തന്നെയാ അവരും പറഞ്ഞത്. ഗായത്രി ആന്റിയും മറ്റുള്ളവരും എന്നോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നോക്കണം ആന്റി. മിക്കവാറും സഹതാപം കാണിക്കാനായിരിക്കും കൂടുതൽ സാധ്യത. അവള് നിന്നോട് സംസാരിക്കുന്നതിന് മുൻപ് നീ പോയി സംസാരിക്കണം. പഴയതുപോലെ തന്നെ നീ പെരുമാറണം. നിനക്കൊരു വിഷമവും ഇല്ലെന്ന് അവള് മനസ്സിലാക്കണം. എന്നാലേ ഇനി നിനക്കിവിടെ നിൽക്കാൻ പറ്റൂ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം ആന്റി. എന്തായാലും ഞാനൊരു വേഷം കെട്ടി. ഇനി രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഞാൻ പിന്മാറും. അങ്ങനെ അങ്ങ് തോറ്റു പിന്മാറാനൊന്നും എന്നെ കിട്ടില്ല. അങ്ങനെ പറമോളെ. രോഗിയായ ഈ ആന്റി പോലും എന്റെ അവസ്ഥ മറന്ന് നിന്നോടൊപ്പം നിൽക്കുന്നത് എന്തിനാന്ന് അറിയാലോ. ഒരു തവണയെങ്കിലും എനിക്ക് ഭാവനയുടെ മുന്നിൽ ജയിക്കണം. എന്നിട്ട് മരിച്ചാലും എനിക്ക് സങ്കടമില്ല. അത്രമാത്രം ദേഷ്യം എനിക്ക് അവളോടുണ്ട്. ആന്റി ധൈര്യമായിട്ടിരിക്കുക. ഒന്നല്ലെങ്കിൽ അടുത്ത മറ്റൊരവസരം എന്തായാലും നമുക്ക് കിട്ടും. തീരെ നിവൃത്തിയില്ലെങ്കിൽ അവളെ ഞാൻ കൊല്ലാനും മടിക്കില്ല. നീ അങ്ങനെയുള്ള തീരുമാനമൊന്നും എടുക്കണ്ട. അത് പിന്നെ കൂടുതൽ പ്രശ്നമാവും. സൂര്യ നിനക്കറിയാലോ, ഭാവനയില്ലെങ്കിൽ പിന്നെ അവനും ഇല്ല. ആന്റി പറയുന്ന പോലെ ഞാൻ നിൽക്കാം. ദേഷ്യം വന്നപ്പോ പറഞ്ഞു പോയതാ. ആദ്യം ജാനകി വരട്ടെ. എന്താണ് അവരുടെ പ്ലാൻ എന്നും എങ്ങനെയാ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കണമല്ലോ. അത് വേണം ആന്റി. ഇല്ലെങ്കിൽ നമ്മളാവും പ്രതികളാവുന്നത്.